ഇന്നത്തെ സ്പെഷ്യൽ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബോണ്ട റെസിപ്പിയാണ്. ഇത് നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നുമല്ല. തികച്ചും ഹോം മെയ്ഡ് റെസിപ്പിയുമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യിൽ കുറച്ച് തേങ്ങക്കൊത്തും അതുപോലെ തന്നെ ജീരകവും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടൈപ്പ് ബോണ്ട റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതാവും നല്ലത്. കടകളിൽ നിന്ന് വാങ്ങുന്നത് ഒരുപാട് സോഡ ചേർത്തൊക്കെയാണ് തയ്യാറാക്കുന്നത്. നമ്മളിവിടെ സോഡയൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോണ്ട തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടെ കനം കുറച്ച് അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഈ ഒരു സൈസിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങാക്കൊത്തെല്ലാം ഒരു ഗോൾഡൻ കളറായി വന്നപ്പോഴേക്കും ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് മാവും 1/2 കപ്പ് അളവിൽ മൈദ മാവൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ബോണ്ട തയ്യാറാക്കുന്നത്. ഇത് രണ്ടും ഞാൻ ഈ ഒരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സീഡ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബോണ്ടയ്ക്ക്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മറയൂർ ശർക്കരയാണ്. അപ്പോൾ ഈ ശർക്കരയിൽ അധികം കല്ലും കട്ടകളും ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് പാനിയാക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ഞാൻ ഈ ശർക്കരയോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം പാളയംകോടൻ പഴം എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനത് ചേർത്തും തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലുള്ളത് ഇതായതുകൊണ്ടാണ് ഈ പഴം ചേർത്ത് തയ്യാറാക്കുന്നത്. ഈ പഴവും ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ശർക്കര ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷമാണ് അതിലേക്ക് ഞാൻ ഈ പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ ശർക്കര ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ഈ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് നെയ്യ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നെയ്യും കൂടെ ഈ ഒരു മാവിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പാനിയാക്കി എടുത്താലും മതിയാകും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് വെള്ളം കുറച്ച് മാത്രം പാനിയാക്കി എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നല്ല മധുരമുള്ള ശർക്കര ആയതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് അളവിൽ മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള ശർക്കര കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പം ഈ ഒരു പരുവത്തിന് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബോണ്ട തയ്യാറാക്കുന്നത്. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് സോഫ്റ്റായി കിട്ടും കുറച്ചുകൂടെ. ഇനി ഈ മാവെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചെറിയ ബോൾസായിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ ചേർത്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബോളുകളായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇത് തികച്ചും ഒരു ഹോം മെയ്ഡ് റെസിപ്പിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാനിത് എണ്ണയിൽ മുക്കിയിട്ട് വറുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കുമ്പോഴാണ് ഈ ബോണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഓയിൽ അങ്ങനെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്.
ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണയിൽ മുങ്ങിക്കിടക്കാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ആ സൈഡൊന്ന് ചരിച്ചിട്ട് കൊടുത്താൽ മതിയാകും. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. പഴം ചേർത്തൊക്കെ തയ്യാറാക്കിയതുകൊണ്ട് അത് നല്ല സോഫ്റ്റാണിത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മളിതിൽ സോഡ ചേർത്തിട്ടുള്ളൂ. എങ്കിൽ പോലും ഇത് പൊട്ടിപ്പോകുന്നുണ്ട്. ചില ബോണ്ടയൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സോഡയൊന്നും അധികമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ബോണ്ട റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്